എനിക്ക് സത്യാമ്മയൊന്ന് കാണണമായിരുന്നു. എവിടുന്നാ? കുറച്ച് വടക്കുന്നാ. കുട്ടികൃഷ്ണൻ വന്നെന്ന് പറഞ്ഞാ അറിയും. ആരാ പിള്ള എവിടെ? ഞാനാ സത്യാമ്മേ, കുട്ടികൃഷ്ണൻ. ഇതാര്? ഇങ്ങനെ ഒരാള് ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടോ? അല്ല, വീട്ടിൽ വന്നാ കാണാറേയില്ല. കുറച്ച് ഓട്ടത്തിലായിരുന്നു സത്യാമ്മേ. എന്നിട്ടെന്താ ഇപ്പൊ ഓട്ടോ ഒക്കെ തീർന്നോ? തീർന്നിട്ടില്ല, എങ്കിലും സത്യാമ്മയെ കണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് പോവാന്ന് വെച്ചു. അങ്ങനെ കണ്ട് സംസാരിച്ച് അവധി മേടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കുട്ടികൃഷ്ണ. എനിക്കെന്റെ പണം കിട്ടണം. ആ കാര്യത്തിന് ഒരു വിട്ടുവീഴ്ചയും ഞാൻ ഇനി ചെയ്യില്ല, ചെയ്തു തരില്ല. താൻ അതിനു വേണ്ടി എന്റെ മുന്നിൽ നിന്ന് സങ്കടക്കടൽ ഒഴുക്കിയിട്ട് ഒരു കാര്യമില്ല. സത്യാമ്മേ, ഞാൻ പണം മനഃപൂർവ്വം തരാതിരിക്കുന്നതല്ല. ഇതിനു മുമ്പ് വാങ്ങിച്ചതെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുള്ളതല്ലേ. കുട്ടികൃഷ്ണ, അതുപോലെ തന്നെയല്ലേ ഈ കാശും? ഇതും നീ എന്റെ കയ്യിൽ നിന്ന് പലിശക്കെടുത്തതല്ലേ? അപ്പോ ഇതും കൃത്യമായിട്ട് തിരിച്ചു തരണം. എത്ര നാളായി ഈ പണത്തിന് വേണ്ടി ഞാൻ തന്റെ പിന്നാലെ നടക്കുന്നു. മുതലെങ്കിലും തിരിച്ചു തരണമെന്ന് തനിക്ക് ഒരു ചിന്തയില്ലല്ലോ. മനഃപൂർവ്വം അല്ല സത്യാമ്മേ, ഭാര്യ ഹോസ്പിറ്റലാ. ഒരു തലകറക്കം പോലെ തുടങ്ങിയതാ. ഇപ്പൊ ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. ചികിത്സയ്ക്കായിട്ട് ഒരുപാട് കാശ് വേണം. എന്റെ വരുമാനം എത്രത്തോളം ഉണ്ടാവുമെന്ന് സത്യാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. എടോ, താൻ ഈ പറയുന്ന എല്ലാം നുണയാ. ശിവനെ തനിക്ക് അറിയാലോ. അവൻ തന്റെ വീട്ടിൽ കയറിയേ കുത്തിയിരിക്കും. എനിക്ക് ഒരു മാസത്തെ സാവകാശം കൂടി തരണം. അതിനുള്ളിൽ മുഴുവൻ തുകയും പലിശ അടക്കം ഞാൻ തരും. നടക്കില്ല. എനിക്കറിയാം തന്റെ സ്വഭാവം. 2 ദിവസം കൂടി ഞാൻ തരും. അതിനുള്ളിൽ മുഴുവൻ തുകയും താൻ തിരിച്ചു തന്നിരിക്കണം. ഇല്ലെങ്കിലേ ശിവൻ അങ്ങോട്ടൊരു വരവ് വരും. സത്യമേ, ഞാനൊന്നും ഇനിയൊന്നും പറയണ്ട. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കിയൊക്കെ ശിവൻ വന്ന് പറഞ്ഞോളും. വേഗം പോയി പൈസ ഉണ്ടായിക്കൊണ്ട് കൊടുക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ സത്യമേ അറിയല്ലോ, നാണം കെടുത്ത് കുടുംബം കോഞ്ഞാട്ടേക്ക് കളയും. നിങ്ങളൊന്ന് പറഞ്ഞാ. ഞാനോ? നല്ല കാര്യമായി. ഇക്കാര്യവും പറഞ്ഞ് ഇനി ഇവിടെ നിന്ന് തിരിയാതെ വേഗം പോയി പൈസ ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക്. കൈനീട്ടി വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ, അതുപോലെ മടക്കുകയും വേണം. ആ, ചെല്ല് ചെല്ല്. മേടിച്ചാൽ കൊടുക്കില്ല, പിന്നെ എങ്ങനെ ഇവിടെ ബിസിനസ് നടക്കും? ഇയാളെ പോലുള്ള 10 പേരെ കിട്ടിയ കച്ചവടം പൊട്ടിപ്പോ.